ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്ന് 6 പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ബത്ലാഹിയ, ദാരൽ ബലഹ് എന്നിവിടങ്ങളിൽ സിവിലിയന്മാർക്ക് നേരെയായിരുന്നു ആക്രമണം. തങ്ങളുടെ സൈനികർക്ക് നേരെ ടണലിൽ നിന്ന് വെടിയുതിർത്ത ഹമാസ് പോരാളികളെയും വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. അതിനിടെ ഗസയുടെ ഭാവിക്കായി US പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച ബോർഡ് ഓഫ് പീസ് അടുത്തയാഴ്ച യോഗം ചെയ്തു. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, എവിടെയായിരുന്നു അതിശക്തമായ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? എത്രത്തോളം ആളുകളും അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്കുമൊക്കെയാണ് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്? ദിവ്യ, ഇന്ന് ഗസയിലെ എല്ലാ ഭാഗങ്ങളിലും ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. തെക്കൻ ഗസയിലും അതുപോലെ വടക്കൻ ഗസയിലും മധ്യ ഗസയിലും ആക്രമണമുണ്ടായി. ഇതിൽ സദൻ ഗസയിലുണ്ടായ ആക്രമണത്തിലാണ് നാല് പലസ്തീൻ പോരാളികളെ വധിച്ചു എന്ന് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നത്. ഒരു ടണലിൽ നിന്ന് തങ്ങളുടെ സൈനികർക്ക് നേരെ 7th ബ്രിഗേഡിന് നേരെ ആക്രമണം നടത്തിയ മിലിറ്റൻസിന് നേരെയാണ് ആക്രമണം എന്നായിരുന്നു ഇസ്രായേൽ സേന വിശദീകരിച്ചത്. ഇത് നേരത്തെയുള്ള വെടിനിർത്തൽ കരാറിൻ്റെ നഗ്നമായ ലംഘനമാണ് എന്നുകൂടി IDF അവരുടെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവരുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ 4 പേരെ വകവരുത്തി ഇത് ഇസ്രായേലിൻ്റെ അവകാശവാദമാണ്. അതോടുകൂടെ തന്നെ മധ്യ ഗസയിലും പിന്നീട് നോർത്തേൺ ഗസയിലും ആക്രമണമുണ്ടായി. ഇതിൽ 54-കാരനായിട്ടുള്ള ഒരാളും അതുപോലെ ഒരു കർഷകനുമാണ് രണ്ട് സിവിലിയന്മാരാണ് മറ്റിടങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഇതോടുകൂടെ ഈ വെടിനിർത്തൽ കരാറിന് ശേഷം ഒക്ടോബർ 11 നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേൽ ഗസയിൽ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നവരുടെ എണ്ണം 581 ഉയർന്നു. ഒരു കരാറിന് എന്തുമാത്രം ഒരു ഗൗരവമാണ്, അന്താരാഷ്ട്ര രാജ്യങ്ങളൊക്കെ ഏർപ്പെട്ട ഒരു കരാറിന് എന്തുമാത്രം ഗൗരവമാണ് ഇസ്രായേൽ ഭരണകൂടം നൽകുന്നത് എന്നുള്ളത് വ്യക്തമായ തെളിവാണ് ഈ മരണസംഖ്യ എന്ന് പറയുന്നത്. 581 പേർ ഇതിനകം ഈ വെടിനിർത്തലിന് ശേഷം മാത്രം അവർക്ക് ജീവൻ നഷ്ടമായി കഴിഞ്ഞു. ഇതുപോലെ 1500-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആകെ മരണസംഖ്യ 72,029 വർദ്ധിക്കുകയും ചെയ്തു. പിന്നീട് പരിക്കേറ്റവരുടെ എണ്ണം 1,71,000 കവിയുന്നു. ഇതാണ് ഗസയിലെ ഒരു ടോൾ, ഡെത്തിൻ്റെയും മരണത്തിൻ്റെയും അതുപോലെ പരിക്കേറ്റവരുടെ ഒക്കെ ഒരു ടോൾ എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട സംഗതി, ഇതിൽ അടുത്തയാഴ്ച ഈ ബോർഡ് ഓഫ് പീസിൻ്റെ യോഗം വാഷിങ്ടണിൽ ചേരുകയാണ്. ഇത് വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഗസൻ ജനതയും അതുപോലെ അന്താരാഷ്ട്ര സമൂഹവും കാണുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അടക്കമുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുമെന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി വാഷിങ്ടണിലുണ്ട്. ഗസയുമായി ബന്ധപ്പെട്ട കാര്യവും അതുപോലെ ഇറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് അദ്ദേഹം വാഷിങ്ടണിലുള്ളത്. ഏതായാലും ഫെബ്രുവരി 19 ബോർഡ് ഓഫ് പീസിൻ്റെ ഒരു നിർണായകമായ യോഗം വാഷിങ്ടണിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളത് വളരെ സുപ്രധാനമായ കാര്യമാണ്. ഇത് എങ്ങനെ പ്രധാനപ്പെട്ടതാകുന്നു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം NCAG എന്ന് പറയുന്ന ഗസയിലെ ദൈനംദിന കാര്യങ്ങൾക്കുള്ള ഭരണസമിതി നേരത്തെ ഒരു സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട്, ടെക്നോക്രാറ്റിക് ഒരു സമിതി. ഈ ടെക്നോക്രാറ്റ് സമിതിക്ക് വേണ്ടി ഗസയിലെ ദൈനംദിന ഭരണം കൈമാറാൻ ഹമാസ് നേരത്തെ സന്നദ്ധത അറിയിച്ചതാണ്. അത് ഇസ്രായേൽ കൂടി അതിനുള്ള സമ്മതം അറിയിക്കണം, ഇസ്രായേൽ കൂടി അതിന് തയ്യാറാകണം എന്നുള്ളതാണ് ഹമാസിന്റെ നിലപാട്, അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിലപാട്. എന്നാൽ അതിനിടെ ഇതുവരെ ഇല്ലാത്ത ഒരു അധിനിവേശ നീക്കമാണല്ലോ വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തി വരുന്നത്. ദിവ്യ, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? അതായത് വെസ്റ്റ് ബാങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അധിനിവേശ നീക്കമല്ലേ ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? അതെ, തീർച്ചയായും. ഇതോടുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഗതി കൂടിയാണ്. ഗസയിൽ ആക്രമണം നടക്കുന്ന ഇതേ വേളയിൽ തന്നെ വെസ്റ്റ് ബാങ്കിലെ അവിടെ ഫലസ്തീനികളെ ആട്ടിയോടിക്കുന്ന ഒരു നേരത്തെ അധിനിവേശ സേന നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കം തന്നെയാണ്. അതിന് അവർ വേഗത കൂട്ടി എന്നുള്ളതാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. അവിടെ ഫലസ്തീനികളായിട്ടുള്ള തദ്ദേശ പൗരന്മാരെ ആട്ടിയോടിക്കുകയും അങ്ങനെ കുടിയേറ്റം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കൂടി നിലവിൽ വെസ്റ്റ് ബാങ്കിലുണ്ട്. ഗസയിൽ ആക്രമണത്തിനൊപ്പം വെസ്റ്റ് ബാങ്കിൽ ഈ ഒരു സംഗതി കൂടി, ഈ ഒരു സെറ്റിലേഴ്സിന്റെ ഒരു അധിനിവേശം കൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇങ്ങനെ ഫലസ്തീനെ സമ്പൂർണ്ണമായി അരുക്കാക്കാനുള്ള ഒരു ശ്രമങ്ങളാണ് ഇസ്രായേൽ സേനയുടെ ഭാഗത്തു നിന്ന്, ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ബോർഡ് ഓഫ് പീസിന്റെ യോഗം ചേരുന്നു. ഇതോടുകൂടി റഫ കൂടി പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. റഫ അതിർത്തി വഴി ഈ ഫെബ്രുവരി 1 ഗസയിൽ നിന്ന്
ഈജിപ്തിലേക്കും അതുപോലെ ഈജിപ്തിൽ നിന്ന് ഗസയിലേക്കുമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഞ്ചാരം സാധ്യമായത്. എന്നാൽ വെറും 180ഓളം ആളുകളെ മാത്രമാണ് ഇതുവരെ റഫ അതിർത്തി വഴി കടത്തിവിട്ടത് എന്നാണ് റിപ്പോർട്ടുകളുള്ളത്. കഴിഞ്ഞ ദിവസം യു എൻ പറഞ്ഞിരുന്ന 60 രോഗികളെ മാത്രമാണ് ഇതുവരെ ഈ റഫ അതിർത്തി ക്രോസിംഗ് വഴി കടത്തിവിടാനായത് എന്നുള്ളതാണ്. ഏതായാലും 20,000-ലേറെ രോഗികൾ അടിയന്തര ചികിത്സ ആവശ്യമായി റഫേൽ തന്നെ കഴിയുന്നുണ്ട്. അതിൽ കിഡ്നി പേഷ്യൻസുകളുണ്ട്, യുദ്ധത്തിൽ പരിക്കേറ്റ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. അത് ഈ കിഡ്നി പേഷ്യൻസിൽ പകുതിയോളം ആളുകൾ മരിച്ചു എന്ന് ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇങ്ങനെ അതിഗുരുതരമായ ആരോഗ്യ സാഹചര്യങ്ങളുള്ള അതുപോലെ അതിഗുരുതരമായ മാനുഷിക പ്രതിസന്ധി അനുഭവിക്കുന്ന ജനങ്ങൾക്ക് റഫ അതിർത്തി പോലും സമ്പൂർണ്ണമായി തുറന്നു കൊടുക്കാൻ ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം തയ്യാറായിട്ടില്ല. ഈ ഇന്നലെ കൈറോ വാർത്താ ഏജൻസി ഈജിപ്തിലെ കൈറോ ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഈ NCAG എന്ന് പറയുന്ന ഭരണത്തിന്റെ തലവൻ അലി ഷാസ് എന്ന് പറയുന്ന ആൾ അദ്ദേഹം റഫ അതിർത്തി സന്ദർശിച്ചിരുന്നു. ഈ സന്ദർശിച്ച വേളയിൽ അദ്ദേഹം പറഞ്ഞത് വളരെ വൈകാതെ തന്നെ റഫ പൂർണ്ണമായി ട്രക്കുകൾ കൂടി തുറക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വഴിയൊരുങ്ങും. ഈ ബോർഡ് ഓഫ് പീസിന്റെ യോഗത്തിന് ശേഷം അത് സാധ്യമാകുമെന്ന ശുഭപ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇവിടെ അങ്ങനെ ഒരു ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ സഹായങ്ങൾ ഗസയിലേക്ക് എത്തട്ടെ എന്ന് തന്നെ നമുക്കും പ്രത്യാശിക്കാം. എന്തായാലും തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുകയാണ് ഇസ്രായേൽ. ഏറ്റവും ഒടുവിലുണ്ടായ ആക്രമണങ്ങളിൽ 6 പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. വിശദാംശങ്ങളാണ് അബ്ബാസ് മുഹമ്മദ് നൽകിയത്.